ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പേഴ്സ് ന്യൂകാസിൽ മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സാധാരണ ഇതുപോലുള്ള മത്സരങ്ങളിൽ നമ്മൾ തോൽക്കുമ്പോൾ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. നമുക്കറിയാം 23 പേരുള്ള സ്പേഴ്സിൻ്റെ ഫസ്റ്റ് ടീം അംഗങ്ങളിൽ ഇന്ന് 8 പേര് മാത്രമേ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഡിഫൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡെസ്പെൻസും RC ഗ്രേയൊക്കെയാണ്. ഗോൾ കീപ്പർ നമ്മളുടെ തേർഡ് ചോയ്സ് ഗോൾ കീപ്പറാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഓസ്റ്റിൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു, പക്ഷേ പുള്ളിയുടെ സൈഡിലും ആ ഒരു മിസ്റ്റേക്കുകളൊക്കെ നമ്മളിന്ന് കണ്ടു. 14ഓളം ചാൻസുകൾ രണ്ട് ടീമുകളും ക്രിയേറ്റ് ചെയ്തു. 4 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സമനിലയിലേക്കോ അല്ലെങ്കിൽ വിജയത്തിലേക്കോ പോകേണ്ട മത്സരമായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇന്ന് പ്രധാനമായിട്ടും പറയേണ്ടത് ഹാൻഡ്ബോൾ ഇൻസിഡൻസിനെ കുറിച്ചും റഫറിങ്ങിനെ കുറിച്ചുമാണ്. റൈറ്റ്, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗോൾ സ്കോർ ചെയ്യുന്ന സമയത്ത് കയ്യിൽ തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗോൾ അലോ ചെയ്യത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹാൻഡ്ബോൾ ആണ്, അത് നാച്ചുറൽ പൊസിഷനിലാണോ അല്ലെങ്കിൽ അൺനാച്ചുറൽ പൊസിഷനിലാണോ എന്ന് ഒരിക്കലും വാറ് കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് കളി തുടങ്ങി ആദ്യത്തെ 4 മിനിറ്റിൽ തന്നെ ഒരു കിടിലൻ ഗോളോടെ സ്പേഴ്സ് 1-0 മുമ്പിലെത്തി. സൊളാങ്കി കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഒരു ഹെഡറിലൂടെയാണ് ആദ്യത്തെ ഗോൾ വരുന്നത്. എന്നാൽ പിന്നീടാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. 6ാമത്തെ മിനിറ്റിൽ ആന്റണി ഗോർഡൻ ന്യൂകാസിലിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ ബർഗ്വാൾ ഒരു ടച്ച് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ബോൾ ഡയറക്റ്റായിട്ട് ജോ ലിൻഡന്റെ കൈ തട്ടിയിട്ട് ഡിഫ്ലക്റ്റായി ബോളിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. അതായത് സ്പേഴ്സിന്റെ പൊസിഷനിൽ ഉണ്ടായിരുന്ന ബോള് ഈ ഡിഫ്ലക്ഷനോടെ ഡയറക്റ്റായിട്ട് ന്യൂകാസിലിന്റെ കയ്യിലേക്ക് എത്തുകയാണ്. അവിടെ നിന്നാണ് കൗണ്ടർ വരുന്നത്. ആ ഹാൻഡ് ബോൾ വാർ ചെക്ക് ചെയ്തിട്ട് ഗോൾ അലോ ചെയ്യുകയാണ്. ഇപ്പൊ സ്പേഴ്സിനെതിരെ നിങ്ങൾ അലോ ചെയ്തു, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റ് ടീമുകളെതിരെയും ഇതുപോലുള്ള ഹാൻഡ് ബോളുകൾ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. കാരണം ഇതുപോലുള്ള പല ഇൻസിഡൻസും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ ബ്ലൈറ്റൻ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്ന ഒരു വാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആന്റണി ഗോർഡൻ സ്കോർ ചെയ്തു. 1-1 അവർ രണ്ടാമത്തെ ഗോളിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇസാക്ക് ഇന്ന് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഒരു ഷോട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ ഹാഫ് ആൻ അവർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. നമ്മുടെ ഡിഫൻസിന്റെ മിസ്റ്റേക്ക് ആയത് ശരിക്കും പറഞ്ഞാൽ ഡ്രാഗോസിൻ ആ ഒരു ബോൾ ക്ലിയർ ചെയ്യണമായിരുന്നു. ഡെസ്പെൻസിന്റെ കാലിന്റെ ഇടയിലൂടെയാണ് ഇതുപോലുള്ള ബോളൊക്കെ പോയത്. അതൊരിക്കലും അലോ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇസാക്കിന് ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി കിട്ടി, പുള്ളി അത് സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2-1 ലീഡിലേക്ക് ന്യൂകാസിലെത്തി. എനിക്ക് തോന്നുന്നു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 57% പൊസിഷൻ സ്പേഴ്സിന്റെ കയ്യിലായിരുന്നു. നമ്മൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മിഡ്ഫീൽഡിൽ ബർഗ്വാൾ നന്നായിട്ട് തന്നെ കളിച്ചു. സൊളാങ്കി കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. കുളിസസ്കി നന്നായിട്ട് തന്നെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ ടീമിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. നമുക്കറിയാം ഇഞ്ചുറി കൺസേൺസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ പ്രൈമറി ടീമിലെ പല ടീം മെമ്പേഴ്സും ഇപ്പോൾ പുറത്താണ്. അത് നമ്മുടെ ടീമിന്റെ ഡിഫൻസിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ പോസ്റ്റ് കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ജനുവരി വിൻഡോയിൽ പുള്ളീനെ ബാക്ക് ചെയ്യേണ്ടത് സ്പേഴ്സിന്റെ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ടിമോ വേർണറെ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പുള്ളിയുടെ കാര്യം നമുക്കറിയാം. ഇന്നൊരു കൗണ്ടറൊക്കെ കിട്ടി. പക്ഷേ 1-on-1 സിറ്റുവേഷനിൽ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ പുള്ളി പാനിക് ആവും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും വേർണർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സെക്കൻഡ് ഹാഫിലും ഉണ്ടായിരുന്നു. അത് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്യാത്തത് നമുക്ക് വിനയായി. അങ്ങനെ 2-1 നമ്മൾ ന്യൂകാസിലിനെതിരെ പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒരു സീസണിലെ ഒരു വേഴ്സ്റ്റ് ഫോമിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 20 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ വളരെ ഭേദപ്പെട്ട രീതിയിൽ പല ടീമുകൾ മുമ്പോട്ട് പോകുമ്പോൾ 24 പോയിന്റുമായിട്ട് നമ്മളിപ്പോഴും ബോട്ടം ഹാഫിലാണുള്ളത്. എന്തായാലും ഈ ചേഞ്ച് വിൻഡോയിൽ എന്തെങ്കിലും നടക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് ആ ഒരു പെർഫോമൻസ് ടീമിലേക്ക് കൊണ്ടുവന്നു. അവർ 4-1 ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൻ്റെ റിവ്യൂ ഞാനൊരു വേറൊരു വീഡിയോയിലൂടെ ഇടാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. Thank you so much for watching. Bye for now.